എനിക്ക് ഒന്നും വ്ലോഗ് ചെയ്തില്ല. നീല വ്ലോഗ് ചെയ്യാഞ്ഞ്. അതിന് വ്ലോഗ് ചെയ്യാൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഒന്നും കൂടെ വീഡിയോ എടുക്ക്. ഇല്ല, ആ വീഡിയോ പോയി. നോ, ഒന്നും കൂടെ പറയുന്നതിനൊരു ഗുമ്മില്ല. അത് എനിക്ക് കുമ്മുണ്ടായിരുന്നു. എനിക്ക് ഗുമ്മില്ലായിരുന്നു. എന്നിട്ട് എന്നെ കളിയാക്കാൻ വേണ്ടിയല്ലേ നീ? അത് വേറെ കാര്യം. ഗുമ്മുണ്ടായിരുന്നു, നൈസായിരുന്നു. നീ അടിപൊളിയാ. സമയം ഇപ്പോൾ സമയം ഭയങ്കര മോശം. ഇപ്പം ചെല്ലുവാണെങ്കിൽ ആ മഞ്ഞ തുടങ്ങും. ഏത് മഞ്ഞേ? ഉണ്ട്, മേഘത്തെ. അതാണ് തങ്ങൾപ്പാറയുടെ പ്രത്യേകത. മേഘം നമ്മുടെ കൈവെള്ളയിൽ ഇങ്ങനെ ഇരിക്കും. അത് തങ്ങൾപ്പാറ ഇവിടെ നോക്കുമ്പോഴല്ലോ, ഇവിടെ മേഘം കൈവെള്ള ഇരിക്കുന്നത് അല്ലടാ. തങ്ങൾപ്പാറ മെയിൻ ആയിട്ട് എന്നാന്നറിയോ, നമ്മളൊക്കെ പോയതാ. അന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? മേഘം നമ്മുടെ ഇറങ്ങി വരുമെന്ന്. മല നോക്കി, ശരിക്കും നോക്കി. അടുത്ത കൊടൈക്കനാൽ പോകും, മറ്റേതിനകത്ത് തള്ളിയിടതിന്. ഞാനെങ്ങാനും ചത്തുപോയി ഇവരാണ് മെയിൻ ഉത്തരവാദി. കേട്ടല്ലോ, കട്ട് ചെയ്ത്. കണ്ടോ കുടിശ്ശിത പ്രവർത്തികളാ. അതുവഴി വഴി പോയ ഒരു പെണ്ണിനെ നോക്കിക്കൊണ്ട് വായി നോക്കിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ ആരോ പോയാൽ നോക്കുമായിരുന്നു. കുൽസിതങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുന്നതല്ല. നമ്മൾ വാഗമൺ കേറിയിട്ടില്ല. വാഗമൺ കേറുന്നതിന് മുമ്പ് ഏതോ ഒരു വഴി, ഏത് വഴിയെന്ന് മാത്രം അറിയത്തില്ല. ഈ വഴി പെരുവഴി നിൽക്കുക. ഓട്ടോമാറ്റിക്കലി കാണിക്കുന്നേ. അത് വൃത്തിയാക്കി കളഞ്ഞു. തണുപ്പ് ഉറച്ചിരി സൈസുണ്ടോ? അയ്യോ നടക്കുന്നേ. അപ്പേ അല്ല, ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞില്ലേ അവിടെ ഏലപ്പാറ, അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിന് മറന്നുപോയി. ഇവിടെ എറണാകുളം, കോട്ടയം കാണാൻ പറ്റില്ലേ? കോട്ടയം. അങ്ങകലെ കാണുന്നതാണ് ഏലപ്പാറ. കണ്ടോ ഇത് വാഗമൺ. ഇവിടെ കോട്ടയൊന്നും കാണുന്നില്ല. കുട്ടിക്കാനത് അതിന്റെ ഇടയ്ക്ക് വരും, അതുകൊണ്ട് അവിടെ ആയിട്ട് വരും. മോനെ ഇതൊക്കെ ഫീലിങ് കണ്ടോ? ഇത് വലിയൊരു കുന്ന. ആ കുന്നിങ്ങനെ കേറി നിൽക്കുന്ന ഒരു വിഷയം. ഇതാണ് മേഘമൊക്കെ ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കുക. കുട്ടിക്കാനം വഴി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. സമയം ഇപ്പോൾ സമയം ഭയങ്കര മോശം. സമയം 11 മണിയായിരിക്കുന്നു.
നമ്മളൊരു 1 മണി ഒക്കെ ആകുമ്പോൾ വീട്ടിലെത്തുന്നതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതെ, ഞാൻ വണ്ടി ഓടിച്ചോണ്ട് മാത്രമേ ഇവിടെ എത്തി. ഇവനൊരു ഓവർടേക്ക് ചെയ്യാൻ പോലും പേടിയാ. നമ്മള് ട്രാഫിക് റൂൾസ് എല്ലാം പാലിച്ച് പയ്യെ പയ്യെ വണ്ടി ഓടിച്ചു. ഞാനും ട്രാഫിക് റൂൾസ് പാലിച്ചാണ് വണ്ടി ഓടിച്ചത്, പക്ഷെ പാലിക്കാതെ വണ്ടി ഓടിച്ചിട്ടില്ല. അതായത് നമ്മൾ മുന്നിൽ പോകുന്ന വണ്ടിക്ക് ഒരു ബഹുമാനം കൊടുക്കണം, റെസ്പെക്ട് കൊടുക്കണം. അത് ഒന്നൊന്നര റെസ്പെക്ട് എന്ന് പറയും. അവരാദ്യം പൊക്കോട്ടെ, നമ്മൾ പയ്യെ വരും. നമുക്കിനി മണ്ടലൊന്നും നേരില്ല, അമ്മാരവിടെ കയറിയാണ്. എന്നാണെങ്കിലും മറ്റേ തങ്ങൾപ്പാറോട്ട് നമുക്ക് പോകാൻ മടിയ ദാഹിക്കുന്നു. കുറെ നേരം ഇവിടെ മണ്ട കയറ്റി. മുട്ടക്കും നല്ലതല്ലേ ഇത്? മുട്ടക്കൊന്നൊന്നുമല്ല. കണ്ട ഒന്നും ഒരു കുന്തും അറിയത്തില്ല, എന്നിട്ട് ചുമ്മാ ഇങ്ങനെ നടക്കുക. അതാണ് കേസ് മുട്ടക്കും. അവിടെ ഒരു വീടുണ്ട്, അത് മുട്ടക്കുന്നാന്ന് പറയില്ലേ. മണ്ടെന്ന് വരും. അവിടെ വെള്ളം കുടിക്കാൻ പോവേ, ഭയങ്കര ദാഹം. ഏതാണ് തങ്ങൾപ്പാറയിൽ അവന് കയറാൻ പറ്റിയില്ല. സങ്കടം മാറ്റാനായിട്ട് നമ്മളിപ്പോൾ മല കയറാൻ പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മേഘത്തെ തൊടാന്നാണ് ഇവൻ പറയുന്നത്. അല്ലടാ, നീ അല്ലേ പറഞ്ഞു മണ്ട കയറിയെന്ന്? അതിനാണ് സൗണ്ട്. ഏത്? അല്ല, സിംഹം അലർന്ന സൗണ്ട്. നീ കേട്ടില്ലേ? കേൾക്കാഞ്ഞേ. കൈവക്കി പിടിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഫോക്കസ് ആക്കി ഇങ്ങനെ കറങ്ങണം. ഓട്ടോമാറ്റിക് ഫോക്കസ് ആയിട്ട് കറങ്ങുക. ഞാൻ പറയാം. വെറുതെ പറയണമെന്ന് വിചാരിക്കരുത്. വണ്ടർഫുൾ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് സ്പെൻസർ റോക്സ്. ചുമ്മാ തീയാണോ? പവർ. പവറിന് എന്നാ വീട്ടിൽ നിന്ന് കുറെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് എന്തൊക്കെയോ പറഞ്ഞ അബദ്ധങ്ങൾ പറ്റിയുണ്ട്. ഇത് മറ്റേ ട്യൂഷൻ എടുത്ത് പഠിച്ച് സ്ക്രിപ്റ്റുമായിട്ട് വന്നിരിക്കുക. ചോദിക്കുന്ന ചോദ്യം കേൾക്കുമ്പോഴേ അറിയാലോ എന്നാ പവർ. എല്ലാ സ്ക്രിപ്റ്റ് ആയിട്ട് പിന്നെ സ്ക്രിപ്റ്റ് ഒന്നുമല്ല. ഞങ്ങളിപ്പോ നിൽക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ് ഗൈസ്. നോർത്ത് ഇന്ത്യ അല്ല ഗൈസ്, വാഗമണ്ണാണ് ഗൈസ്. എന്നെ ഉഡായിപ്പാന്ന് നോക്കി. കഴിഞ്ഞ വീഡിയോയിൽ നോർത്ത് ഇന്ത്യ വരുമെന്നാണ് എന്റെ പ്രേക്ഷകരോട്, എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞത്. അപ്പൊ നമ്മള് ഇവനാ പറഞ്ഞ, നീ പറഞ്ഞ നോർത്ത് ഇന്ത്യ വരുമെന്ന്. ഞാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് നോർത്ത് ഇന്ത്യ പോകേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ നോർത്ത് ഇന്ത്യ പോകണം. അല്ല, അതിനു മുമ്പ് ഞങ്ങൾക്ക് ആകെപ്പാടെ 2 ദിവസം അവധി കിട്ടിയുള്ളൂ. അത് കാരണം ഇങ്ങോട്ട് വന്നതാ. ഞങ്ങൾക്കൊരു 5-6 ദിവസം അവധി കിട്ടുമ്പോൾ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലോട്ട് പോകുന്നതായിരിക്കും. ക്ഷീണിച്ച അവസ്ഥനായി സന്യസിക്കാൻ പോവുകയാണ്. ഇത് യോഗാസനം. ആ മേഘം കണ്ടോ? അത് മുട്ടക്കൊന്നു. ഏത് വകയില് കണ്ടോ? കണ്ടോ? ഈ ക്ലാസ് എത്ര കൊല്ലം നീ കൊണ്ടുപോയി? ഒരു 3 കൊല്ലം. 3 കൊല്ലം പൂജാമുറി കൊണ്ടുപോയി എന്റെ സ്മരണയ്ക്ക് വേണ്ടി കൊണ്ടുവച്ചു. ഇങ്ങനെ ചെയ്യുമായിരുന്നു. ചുമ്മാ കൈസ്, ഞാൻ അവിടെ സൂക്ഷിച്ചു വെച്ചായിരുന്നു, അതേ ഉള്ളൂ. ഞാൻ പൂജ വെച്ച് അവന്റെ ക്ലാസ് സ്മരണയൊന്നും ചെയ്തൊന്നുമില്ല. ഞാൻ തരത്തില്ല. ഞാനിത് തരാൻ വേണ്ടി ഇരുന്നതല്ല. എന്റെ ക്ലാസ്സിന് തന്നെ പൊളി സാധനം കിട്ടിയപ്പോ അത് പൊളി സാധനം. അത് ഇത് 100 രൂപയുടെ ക്ലാസ്. ഇത് ഫിൽറ്റർ
ഇത് 100 രൂപയുടെ ഗ്ലാസ്, ഇത് 1000 സംതിങ് രൂപയുടെ ഗ്ലാസ്. റെയ്ബാനൊക്കെ ആണെന്നൊക്കെയാ പറയുന്നത്, പക്ഷെ ഒറിജിനൽ ആളത് ദൈവത്തിനറിയാം. നമ്മള് കാശ് കൊടുത്തിട്ട് നമ്മളൊരു പ്രൊഡക്റ്റിന്റെ ലേബില് അത് ഫ്രീ ആയിട്ട് തരുവാണെങ്കിൽ നമ്മൾ അതിന്റെ ലേബിൽ ഇവിടെ വെക്കും. ഇതിപ്പോ റെയ്ബാൻ ആണെങ്കിലും എന്നാണ് നമ്മൾ ചിരണ്ടി കളയണം. അന്നേരം ഒറിജിനൽ അല്ലെന്നാണ് അവൻ തന്നെ പറയുന്നത്. ലോഗോ വരെ മാറ്റിട്ടുണ്ട്. അത് കാരണം അവന്റെ ഫോൺ സാംസങ്ങിന്റെ ഫോണെ ആപ്പിളിന്റെ ലോഗോ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. കാണുന്നവർക്ക് ആപ്പിൾ അത് തോന്നാൻ വേണ്ടി. ഞാൻ റിച്ചാ, കണ്ടോ ഗൈസ് എന്റെ ബൈക്ക് എവിടെ ഇരിക്കുന്നു കണ്ടോ. കുറച്ച് മറ്റേ ഒരു ആപ്പിൾ കിട്ടുമായിരുന്നല്ലേ, ആപ്പിൾ ജ്യൂസ്. ഓ ആപ്പിൾ ജ്യൂസേ തിന്നത്തുള്ളൂ. അല്ല സ്ഥലത്തല്ലേ ഇവിടെ ഒക്കെ വന്നിരുന്നില്ലേ ആപ്പിൾ ജ്യൂസ്. ഫ്രൂട്ടി കുടിക്കണം, ഫ്രൂട്ടി. ഓ അല്ലേ ഇവിടെ വന്ന് ഫ്രൂട്ടി കുടിക്കണം. ഫ്രൂട്ടി മാത്രം മതിയോ? ശരി, അതെ ഞങ്ങൾ ആൽക്കഹോൾ ഒന്നും തൊടാറില്ല, ഞങ്ങൾ ഫ്രൂട്ടി മാത്രമേ തൊടാറുള്ളൂ. ആൽക്കഹോളിന് ഞങ്ങൾ എതിരല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യുന്നുമില്ല, അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല. ഞങ്ങൾ പുകവലിക്കാറില്ല, ആൽക്കഹോൾ അല്ല, പിന്നെ കുത്സിതങ്ങളില്ല. ഞങ്ങൾ ഭയങ്കര നീറ്റാണ് അല്ലേ, ഞങ്ങൾ ഭയങ്കര നീറ്റാണ്. ചെറിയൊരു വീഴ്ചയും കൂടെ ആകാരുത്. നമ്മളിനി ഏലപ്പറ നെക്സ്റ്റ് കുട്ടിക്കാനം ആ അതുവഴി തിരിച്ച് വീട്ടിലോട്ടാ പോകുന്നത്, വേറെ എങ്ങോട്ടല്ല. സ്ട്രിപ്പ് അതാണ് കുഴപ്പമിതാണ്. എങ്ങനെയാലും വീട്ടിൽ പോകണം. ചുമ്മാ കൈസ് വെറുതെയാ. ഞാൻ പറഞ്ഞ വൈകുന്നേരം പോയാൽ മതിയെന്ന്. അന്നേരമാണ് ഇവൻ പറഞ്ഞ ഇവന് ഉച്ചക്ക് പോവായിരുന്നു. ഞാൻ എന്താ ചെയ്യാനാ? അയ്യോ എന്റെ ഹെൽമെറ്റ് അയ്യോ മറ്റേ ഒരു പാട്ട് കൂടെ ഒരു സ്ലോഗോ അല്ല ഒരു സ്ലോമോ. ഇതൊക്കെ ആരെടുക്കും ഇനി? ക്യാമറ എടുത്തോണ്ട് തിന്നാൻ പറ്റത്തില്ല. ഞാൻ തിന്നിട്ട് വരാം. നല്ല രീതി ആസ്വദിക്കണം.
അതേ നമ്മള് കാണണം. ഇവിടെ വരൂ, എല്ലാരും വരൂ. നമ്മുടെ ബ്ലോഗിൽ അത് നമ്മൾ ആരെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമ്മൾ വരണ്ട ഗൈസ്, ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കും. ഞങ്ങൾക്ക് എന്തെങ്കിലും പണിയുണ്ട്, കണ്ടന്റും ഉണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രം കാണാനൊന്നുമില്ല. ഒരു ഐസ്ക്രീം കൊടുക്കുന്നില്ല. വേണ്ട, അതെ ഷുഗർ. എന്തൊരു കെയറിങ് ആണെന്ന് വിചാരിച്ചു. ചുമ്മാതെ അവര് മുഴുത്ത ഐസ്ക്രീം ആണ് ഈ ചെറിയ ഭയങ്കര ദാഹം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദാഹം. നിങ്ങളൊരു വലിയ കന്നാസിനകത്ത്, നിങ്ങൾ കോട്ടയത്ത് നിന്ന് വരുമ്പോൾ നിങ്ങൾ വലിയ കന്നാസിനകത്ത് നിറച്ച് എന്നാ കൊണ്ടിട്ടെ പാല്. പാലായിട്ട് കഴിഞ്ഞാൽ പാല്. നിങ്ങൊരു ചായക്കട തുടങ്ങാം. ബസ്സേ പോകുമ്പം ഇങ്ങനെ ഈ പാറയൊക്കെ കാണും. പക്ഷെ ഉണ്ടല്ലോ ഒന്ന് തൊടാനൊക്കെ തോന്നുമായിരുന്നു. അത് മറ്റേ മൂന്നാറിലോട്ടൊക്കെ ചെല്ലണം. അവിടുത്തെ ഇതെന്ന് പറയുമ്പോൾ നല്ല തണുപ്പാ. കല്ല് ഈ കല്ല് നല്ല തണുപ്പാ. ഞാൻ നിർത്തിയിട്ട് തൊട്ട് പോയി, തൊട്ട് പോയി, എന്നിട്ട് നമുക്ക് പോവാം. വരും തൊട്ടിട്ട് പോടാ. കണ്ടോ, കുരങ്ങനെയും ഇവനെയും കാണാൻ ഒരുപാട് ഉണ്ട്. ഇവനെ കറക്റ്റ് കഴിക്കും. സബ്സ്ക്രൈബ് ചെയ്യണേ, സബ്സ്ക്രൈബ് കേട്ടോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്തോളൂ.